ന്യൂസ് ആൻഡ് മോർണിംഗ് തുടരുന്നു. നമുക്കൊപ്പം അതിഥിയുണ്ട്, നവാഗത സംവിധായകൻ ഹർഷദ്. ഹർഷദ്, സ്വാഗതം ന്യൂസ് ആൻഡ് മോർണിംഗിലേക്ക്. പുതിയൊരു സിനിമ വന്നിരിക്കുന്നു. അത് റിലീസായി എന്ന് പറയാൻ സാങ്കേതികമായി കഴിയുന്നില്ല. അതേസമയം പ്രദർശനം നടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ദായം 12? ദായം 12 സാങ്കേതികമായി റിലീസായില്ലെങ്കിലും ദായം 12 ജനങ്ങൾ കണ്ടു തുടങ്ങി. 2013 സെൻസർ ചെയ്ത് സിനിമയാണിത്. ഒരു തിയേറ്റർ റിലീസിന് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ടെക്നിക്കലി എല്ലാം ചെയ്ത് സെൻസർ ചെയ്ത് 2013 പുറത്തിറങ്ങേണ്ട സിനിമ. ഇതിൻ്റെ ഒരു താരങ്ങളും മുഖപരിചയമുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത, അതിന് ആർട്ടിസ്റ്റുകളില്ലാത്ത പടം എന്നാണ് പറയുക. അങ്ങനെയുള്ള വിശേഷിപ്പിക്കുന്നത് അല്ല, അതാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇത്തരം ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത് ആർട്ടിസ്റ്റ് ഇല്ല, ആർട്ടിസ്റ്റ് ഇല്ല, അങ്ങനെ പറയാം. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിപണിക്ക് അനുയോജ്യമായ താരങ്ങൾ. അത് സൂപ്പർ താരം തന്നെ ആയിക്കൊള്ളുന്നില്ല. അതില്ലാത്തത് കാരണമാണ് ഇത് തിയേറ്റർ റിലീസ് ആവാതിരിക്കുന്നത്. അതേപോലെ തന്നെ ചാനൽ ബിസിനസ്സും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പടം അങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ റെസ്പോൺസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് സിനിമ ഷൂട്ട് തുടങ്ങിയത്. കാരണം നേരത്തെ കച്ചവടം ഉറപ്പിച്ചിട്ട് സിനിമ ചെയ്യണം എന്ന രൂപത്തിലല്ല ദായം 12 ചെയ്തത്. ഞങ്ങളുടെ ഒരു പാഷനാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു സിനിമ ഫീച്ചർ ഫിലിം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. പല രൂപത്തിലും ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു അവൈലബിൾ റിസോഴ്സ് വെച്ച് ഒരു സിനിമ ചെയ്യാം, അതിൻ്റെ ഭാവി എന്താവും എന്നുള്ളത് ആ സമയത്ത് ആലോചിക്കാതിരിക്കുക, സിനിമ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അതേക്കുറിച്ചുള്ള മീറ്റിങ്ങുകളിലും അന്വേഷണങ്ങളിലൊക്കെ പോയത്. നടക്കുന്നില്ല എന്ന് കണ്ട് ഒരു വർഷത്തോളം ഞാൻ എല്ലാ രൂപത്തിലും ശ്രമിച്ചു. ഞങ്ങൾ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും അതുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം റിയാലിറ്റിയൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ്, ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. FDC പോലുള്ള ആൾക്കാർ ഇതുപോലുള്ള നമ്മളെ ഒരു ദിവസമെങ്കിലും കാണിക്കാൻ തയ്യാറാവുന്നൊക്കെ അതൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവരും വാടക വേണമെന്നാണ് പറഞ്ഞത്. ഈ സിനിമയുമായി സമീപിച്ചപ്പോൾ, ഇപ്പോൾ KSFDC പോലുള്ള ഇവരെയൊക്കെ സമീപിച്ചപ്പോൾ എന്തായിരുന്നു അവരെന്താണ് പറയുന്നത്? ആർട്ടിസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാരണം മാത്രമാണോ? അത് വിപണിയുമായി ബന്ധപ്പെട്ട് അവർ വാടക തന്നാൽ കാണിക്കാമെന്ന് പറഞ്ഞത്. വാടക ഇതിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയൊക്കെ തിയേറ്റർ വാടക എടുത്ത് കാണിക്കാം. അല്ല, നമ്മളെ സിനിമ ആ തിയേറ്ററിൽ കാണിക്കില്ല എന്നല്ല, വാടക തരികയാണെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇപ്പം മറ്റു തരത്തിൽ തിയേറ്ററിലൂടെ അല്ലാതെയുള്ള പ്രദർശനം നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ പ്രദർശനം നടത്തി. മറ്റ് മലയാളം സർവകലാശാലയിലും ഖത്തറിലുമൊക്കെ നടത്തിയതായി ഹർഷദിൻ്റെ ഫേസ്ബുക്കിലൂടെ തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു. എന്താണ് ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്ന്? ആ രീതിയിൽ ഒരു പ്രദർശനം നടത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം, അതോടൊപ്പം ഹർഷദിന് തിയേറ്ററിൽ ഇത് റിലീസ് ചെയ്തതിനെക്കാട്ടിയും സന്തോഷം നൽകിയതാണോ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്ന? 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രദർശനം നടത്തിയതിൽ ഞാൻ ഹാപ്പിയാണ്. നല്ല ഓഡിയൻസ് കിട്ടി, എൻ്റെ മാത്രം ഓഡിയൻസ് കിട്ടി. ഒന്നും കൂടി തെളിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം കണ്ടറിഞ്ഞ് വന്നവരാണ് ഈ 3 സ്ഥലങ്ങളിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്ഥലമില്ലായിട്ട് അവർ നിന്ന് കണ്ടിട്ടുണ്ട് 1.25 മണിക്കൂർ. അപ്പോൾ ഖത്തറിലൊക്കെ ഇങ്ങനെ ആൾക്കാർ അതിൽ ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഹൗസ്ഫുൾ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി. ഹൗസ്ഫുൾ വെക്കുമ്പോൾ അതിങ്ങനെ ഹൗസ്ഫുൾ എന്നൊക്കെ. അപ്പോൾ അത് നമ്മുടെ മാത്രം ഓഡിയൻസ് ആയതുകൊണ്ടാണ്. അത് ചിലപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. തിയേറ്ററിൽ റിലീസാകുന്നത് പൊതുവെ ഇങ്ങനെയുള്ള പടങ്ങൾക്ക്, ഇങ്ങനെയുള്ള മീൻസ് താരങ്ങളോ അല്ലെങ്കിൽ മുഖപരിചയമുള്ള ആൾക്കാരില്ലാത്ത പടങ്ങൾക്ക് പൊതുവെ ആൾക്കാരൊന്നും മടിക്കും കയറി ചെല്ലാൻ. അതുമാത്രം താല്പര്യമുള്ള ആൾക്കാരെ പോവാം. ആ അർത്ഥത്തിൽ ഓക്കെയാണ്. പിന്നുള്ളത് സിനിമ കണ്ടു, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതൊക്കെ ഇത്തരം വേദികൾ മാത്രം സാധ്യമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ 3 സ്ഥലത്തും നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല ഓഡിയൻസിനും കിട്ടി. ഹർഷദിന്റെ പേരിൽ തന്നെ പ്രത്യേകതയുണ്ട്, ദായം 12. എന്താണ് അതിന്റെ ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത്? ദായം 12 ഒരു കളിയുടെ പേരാണ്. ഒരു നമ്മളെ കക്ക കൊണ്ട് കളിക്കുക, തീരപ്രദേശത്തിൽ വ്യാപകമായിട്ടുള്ളൊരു കളിയാണ്. ഞാനൊരു തീരപ്രദേശ നിവാസിയാണ്, വടകര താഴങ്ങാടേൻ്റെ ജനനം. അപ്പോൾ അവിടെ അതിന് ദായവും 12 എന്നാണ് പറയും. പൊതുവെ അത് പല സ്ഥലങ്ങളിൽ തായവും 12 എന്നാണ് പറയാം. ഇത് ഈ കളി സിനിമയിലില്ല. ഈ കളിയുടെ ഒരു സ്വഭാവം സിനിമയുടെ റിലീസിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊരു അടുത്തത് എന്തെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു കളിയാണ്. ദീർഘവീക്ഷണത്തോടെയാണോ ഈ പേരിട്ടത്? പേര് അവസാനം വന്നാണോ? അല്ല, പേര് എനിക്ക് എഴുതുമ്പോൾ ആദ്യം പേരിടണം. പേര് ആദ്യം ഇട്ടതാണ്. കാരണം അത് ഞങ്ങൾ തൊട്ട് മുമ്പ് ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്. കാരണം സിനിമാ താരങ്ങളെ വെച്ചിട്ട് അതൊരു ലോങ് പ്രോസസ്സാണ്. അവരുടെ ഡേറ്റ് കിട്ടിയ പ്രൊഡ്യൂസർ കിട്ടുക, അങ്ങനെ കുറേ കാലം 5-6 വർഷം നടന്നപ്പോഴാണ്
ഞങ്ങളൊരു കുറഞ്ഞ ബജറ്റിലൊരു സിനിമ ചെയ്യാൻ ഞാൻ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതി. ഈ സ്ക്രിപ്റ്റുമായിട്ട് താരങ്ങളെ അവർ പറയുന്ന ആർട്ടിസ്റ്റുകളെ സമീപിച്ചിരുന്നു? ഈ സ്ക്രിപ്റ്റ് ആയിട്ടോ അതെ ഇല്ല. കാരണം ഇതിനു വേണ്ടി മാത്രം എഴുതിയത്, ഞങ്ങളെ കയ്യിലുള്ള റിസോഴ്സിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരുക്കി പുറപ്പെട്ട് എഴുതിയത്. കാരണം തൊട്ട് മുമ്പ് എഴുതിയത് ഞങ്ങൾ സമീപിച്ചിരുന്നു. അപ്പോഴൊക്കെ ബജറ്റിന്റെ ഇത് കൂടും കുറയും അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതേ ടീം തന്നെയാണോ? ഇതേ ടീമിൽ ദായം പന്ത്രണ്ട് ചെയ്ത അതേ ടെക്നിക്കൽ ടീമും. അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ആരെയും സമീപിക്കേണ്ട, ഞങ്ങൾ തന്നെ ഇതിൽ ആർട്ടിസ്റ്റുകളായിട്ടും ടെക്നീഷ്യന്മാരായിട്ടൊക്കെ ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണം. അതാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ദായം പന്ത്രണ്ട് സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്നറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. അതേക്കുറിച്ച് ഹർഷദ് തന്നെ പറയുന്നതായിരിക്കുന്നത്. ദായം പന്ത്രണ്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ യാത്രയാണ്. പക്ഷെ അവർ യാത്ര ചെയ്യുമ്പോൾ അവർ സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള വിഷ്വൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. അതിലും കോൺട്രഡിക്ഷൻ ഉണ്ട്. എല്ലാവരും അങ്ങനെയല്ല. അതിനോട് യോജിക്കുന്നവരുമുണ്ട്, വിയോജിക്കുന്നവരും ഈ യാത്രയിലുണ്ട്. അപ്പോൾ ഇവർ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ക്യാമറ വണ്ടിയിലും അല്ലാതെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഇവർ ബൈക്കിൽ പുറകിലായിരിക്കുന്ന ആരുമില്ല, പുറകിൽ കാലിയാണ്. അപ്പോൾ അവിടേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചോദിച്ച് വരികയാണെങ്കിൽ അതൊക്കെ ക്യാമറയിൽ പകർത്തി കഴിഞ്ഞാൽ പിന്നീട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയാക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടാകും എന്ന അർത്ഥത്തിലാണ് ഇവർ പോകുന്നത്. പക്ഷേ പുറകിലുള്ള ആൾക്കാർക്ക് ഇതിനോട് യോജിപ്പില്ലാത്തതിൻ്റെ ഒരു ഫ്രിക്ഷനും അതിനാണ് ത്രൂട്ട് അങ്ങനെയാണ് പോകുന്നത് അതിന്. പക്ഷേ അവർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആരും അതിൽ കയറുന്നില്ല. അതിൻ്റെ ഒരു നിരാശയും യാത്രാ സംഘത്തിനുണ്ട്. പക്ഷെ ഒടുവിൽ കയറുന്ന ഒരാൾ അയാൾക്ക് വേണ്ടിയായി വീണ്ടും പിന്നെ യാത്രകൾ. അപ്പോൾ വന്ന് കയറുന്ന ആളൊരു ദലിതനാണ്, ദലിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ്. അയാൾ ഇവരുടെ കൂട്ടത്തിലിരുത്താൻ ഇതിൽ പലർക്കും അത്ര സുഖത്തിലല്ല ഇയാളെ കൂടെ കൂട്ടുന്നതിൽ. പക്ഷേ ഇയാളെ കൊണ്ടുവന്ന മുതൽ യാത്ര ഇവർ വിചാരിക്കും പോലെയല്ല പിന്നെ യാത്ര പോകുന്നത്. അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിലൊരു നായകൻ കഥാപാത്രത്തിന് ഇതൊരു ക്യാരക്ടറാണ്. ഇയാളുടെ ഒരു മനുഷ്യൻ, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നതിനപ്പുറത്ത് ഇയാൾക്കൊരു പാസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് വന്നു കയറുന്ന അവരുടെ സിനിമയിലെ കഥാപാത്രമാവുന്നു. അത് തന്നെ അത്ര യോജിപ്പില്ലാത്തവരുണ്ടോ, അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. അതിലൊരു സോഷ്യൽ ഇഷ്യൂ കൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അല്ല, ഞാനൊരു ഇഷ്യൂവും ചർച്ച ചെയ്യുന്നില്ല, പല ഇഷ്യൂസിലേക്കും ഞാൻ സൂചന നൽകുന്നുണ്ട്. കാരണം അതിനൊന്നും ഈ സിനിമയിൽ സമയമില്ല. പലതരം നമുക്ക് പലതും സമകാലീന കേരളത്തിലെ പല സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയായേക്കാം ഈ സിനിമ കാണുമ്പോൾ. അല്ലാതെ ഒരു ഇഷ്യൂവിൻ്റെ മേലെ ഞാൻ പോകുന്നില്ല, കുറേ നേരം അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. പലതും ചർച്ച ചെയ്യുന്നുണ്ട്, പലതും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവരെങ്കിലും അടിസ്ഥാനപരമായി ഈ പറയുന്ന ദലിത് ക്യാരക്ടറാണല്ലോ പിന്നീട് സിനിമയെ നയിക്കുന്നത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതങ്ങനെ ആയിത്തീർന്നതല്ല, മറിച്ച് ഡെലിബറേറ്റ്ലി അങ്ങനെ വെച്ചതായിരിക്കുമല്ലോ. അപ്പോൾ മുഖ്യമായും അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെയും അവരുടെ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യുക എന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത് അതല്ല, ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി അത് കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ഇഷ്യൂ പറയുമ്പോൾ പക്ഷെ സിനിമയുടെ ഫോക്കസ് അതെ അതന്നെ. കാരണം ഈ കമ്മ്യൂണിറ്റിപ്പെട്ട മുത്തോറൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ മുത്തോറൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ആധുനികമായ ഒരാൾക്കാരുടെ കൂട്ടത്തിലെത്തി അവരെങ്ങനെയാണ് ഇയാളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ പറയുന്ന അയാളുടെ ഒരു പാസ്റ്റോ അയാളുടെ ജീവിതമോ ഒക്കെ ഇവർക്ക് കഥകളാണ്, ഇവർക്ക് കഥാപാത്രം മാത്രമാണത്. അപ്പോൾ അയാളെ കുറച്ച് സമയമെങ്കിലും നമ്മളെ ക്യാമറയുടെ മുമ്പിൽ ആവശ്യമുണ്ടെന്നുകൊണ്ട് മാത്രം അയാളോട് സിമ്പതി കാണിക്കാം. ഹർഷദ്, ഇത്തരം സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ജനകീയ കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന സിനിമ ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് സിനിമ എന്ന് വെച്ചാൽ അതൊരു കച്ചവടം തന്നെയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടേതായ ലാഭം പ്രതീക്ഷിക്കും, തിയേറ്റർ ഉടമകൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല, അവരെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായിരിക്കണം ഒരു സിനിമയുടെ അളക്കുന്ന മാനദണ്ഡം, സിനിമയുടെ സ്റ്റാൻഡേർഡ് അളക്കുന്നത് എന്തായിരിക്കണം? നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. സിനിമ മറ്റ് കല പോലെയല്ല, ഇതൊരു മുടക്കുമുതൽ ഡിമാൻഡ് ചെയ്യുന്ന കലയാണല്ലോ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ലാഭവും അല്ലെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടുക എന്നുള്ളത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ശരിയാണ് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരോടൊന്നും പ്രതിഷേധ കലഹമില്ല. അത് നിങ്ങൾ മാധ്യമക്കാർ പറഞ്ഞതാണ്, എനിക്കങ്ങനെ ഇല്ല. എനിക്ക് അവരോട് കലഹമല്ല, എനിക്കത് മനസ്സിലാവും. സോറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് കലഹമല്ല ഉള്ളത്, എനിക്കത് മനസ്സിലാവും. ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞു, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പടത്തിന് ഇറങ്ങിയത്. പക്ഷെ ശ്രമിച്ചു നോക്കി, ആ ശ്രമം പൂർത്തിയായില്ല എന്ന് കണ്ടപ്പോൾ, വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെതായ രൂപത്തിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ഫണ്ട് കണ്ടെത്തിയത്? നിർമ്മാണത്തിനുള്ള? അതെ,
നിർമ്മാണത്തിനുള്ള ഫണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളാണ്. അതിൽ കുറച്ചധികം പൈസ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസറുടെ പേര് എൻ്റെതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന പണമേ ഇതിൽ ചിലവായിട്ടുള്ളൂ. വളരെ കുറഞ്ഞ പൈസ ചിലവായിട്ടുള്ളൂ. ഈ തിയേറ്ററുകാരും അല്ലെങ്കിൽ KSFDC പോലെ ആർട്ടിസ്റ്റുകൾ അല്ല എന്ന് പറയുന്ന ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? നാടക ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. ഇതിൽ മുത്തോറൻ ആയിട്ട് അഭിനയിച്ചത് ഉക്രു ഡി പോഷൻ, ദേശഭൂഷണി, കോഴിക്കോട് ദേശഭൂഷണിയിലെ നാടകക്കാരനാണ്, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കും. പിന്നെ അബു, വളയംകുളത്തുള്ള അബു, അദ്ദേഹം നാടക ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ അഖിലുണ്ട്, അത് പപ്പറ്റിയറാണ്, ബേസിക്കലി മ്യൂസിഷ്യനാണ്. പിന്നെ 1-2 പേരെ ഞങ്ങൾ ഓഡിഷനിലെടുത്താണ്, മനു, ഷിൻഡോ എന്നൊക്കെ പറഞ്ഞു. ബാക്കി വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒക്കെ തന്നെയും ഏതെങ്കിലും അർത്ഥത്തിൽ നാടക പശ്ചാത്തലമൊക്കെയുള്ള ആൾക്കാരാണ്. ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ സോക്കാൾഡ് ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ആർട്ടിസ്റ്റുകളിലേക്ക്, ഹർഷദിൻ്റെ ആർട്ടിസ്റ്റുകളിലേക്ക് ഹർഷദ് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇത് പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അതേ പറയും, ഇതൊരു സൗഹൃദത്തിലുള്ള ഞങ്ങളൊരു ഒരു മൂവാണിത്. അതായത് പലരും സുഹൃത്തുക്കളാണ്. 1-2 പേരെ നേരത്തെ സുഹൃത്തുക്കളല്ലാത്തവരുള്ളൂ ഞങ്ങൾ ഓഡിഷൻ ചെയ്ത് എടുത്തത്. അതാ ഞാൻ പറയാറ്, ഞങ്ങളുടെ അവൈലബിൾ റിസോഴ്സ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തതെന്ന് പറയാൻ എല്ലാം പെടും അതിൽ. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ കഴിയില്ല, പക്ഷേ ജനങ്ങളിലേക്ക് ഈ സിനിമ എത്തണം, സിനിമ ജനങ്ങൾ കാണേണ്ടതാണ് എന്ന് ജനങ്ങൾക്ക് കൂടി തോന്നേണ്ട രീതിയിൽ എന്താണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത, എന്താണ് ഇത് കാണണമെന്ന് പ്രേക്ഷകരോട് പറയാൻ എങ്ങനെയാണ് ഹർഷദിന് കഴിയുക? എന്തുകൊണ്ട് കാണണം? അത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയുന്നത് മുത്തോറൻ്റെ കഥ പറയുന്ന സിനിമകൾ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ കണ്ട് ശീലിച്ച് ഒരു ദലിത് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ദലിത് വിഷയമോ അങ്ങനെ അത് ഡീൽ ചെയ്യുന്ന, അത് ചെയ്യുന്ന സിനിമകൾ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഞാനിതിൽ ആ രൂപത്തിലല്ല ഈ സിനിമ ട്രീറ്റ് ചെയ്തത്. ഇതൊരു പുതിയ തലമുറയിൽപ്പെട്ട കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ യാത്രയും അവരുടെ അടിച്ചുപൊളിയും അവരുടെ കൂടെയാണ് ഈ സിനിമ പോകുന്നത്. അതിലേക്ക് വന്ന് വരുന്ന ഒരു കഥാപാത്രമാണിത്. അപ്പോൾ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം കൂടിയാണ്. ഞാനിന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഇതിൽ ഒരു ഇന്ന ജോണറിൽ പെട്ടതല്ലാത്ത ഒരു കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല ഈ സിനിമ. ഏത് രൂപത്തിലും എങ്ങനെയും ഈ സംഭാഷണത്തിൽ വരരുത് എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു പദമാണ് ന്യൂ ജനറേഷൻ. ഇതൊരു അവസാനം പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ചോദിക്കാൻ, ഇതൊരു ന്യൂ ജനറേഷൻ റോഡ് മൂവിയാണോ? ഇത് റോഡ് മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് സാങ്കേതിക അർത്ഥത്തിൽ ന്യൂ ജനറേഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ന്യൂ ഒന്നും ഇല്ലത്, സോക്കോൾ അങ്ങനെയൊന്നും ഇല്ല. നമുക്കത് ഞാനത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. അത് റോഡ് മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റ് പ്രദർശനം ഉദ്ദേശിച്ചിട്ടുള്ള ഉടനെ അടുത്ത് നടക്കാൻ പോകുന്ന അടുത്ത് മൊണ്ടാഷ് 1-ാം തീയതി നവംബർ 1-ന് മൊണ്ടാഷ് ഫിലിം ഫെസ്റ്റിവൽ കാണിക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഞങ്ങൾ UAE അതിൻ്റെ ഒരു പര്യടനമുണ്ട്, UAE എല്ലാ സ്ഥലത്തും കാണിക്കാൻ. അവിടെ ഈ പ്രദർശനങ്ങൾ വിജയം ആവുകയാണെങ്കിൽ ഒരുപക്ഷെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ആരെങ്കിലും സമീപിച്ചാൽ ഹർഷദ് ഓക്കെയാണോ? ഇനി എനിക്ക് തിയേറ്ററിനോട് മൊണ്ടാഷ് കാണിക്കുന്നത് ശ്രീകൃഷ്ണ തിയേറ്ററിലാണല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരത്തിൽ സാധ്യതകളുടെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും അതിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം. വലിയ സാധ്യതകളുണ്ട് ഹർഷദിൻ്റെ മുന്നിൽ. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ളൊരു വിജയം കൈവരിക്കാൻ ഹർഷദിന് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് അവാർഡുകൾ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഒപ്പം ആശംസിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം കുറച്ചു നേരമെങ്കിലും കൂടാൻ കഴിഞ്ഞതിൽ. സന്തോഷം. മീഡിയ വണ്ണിനോടും ഇത് കാണുന്നവർ ഇനി വരുന്ന പ്രദർശനങ്ങൾ കാണണം, സഹകരിക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. എല്ലാവരുടെയും സഹകരണം നേരത്തെ ഉള്ളതുപോലെ തുടർന്നുണ്ടാവട്ടെ ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദി.